Hi, hello, welcome back to Annalisa Diaries. അപ്പൊ ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനലീസ ഡയറീസ്. അപ്പൊ ഇന്ന് നമ്മുടെ മദേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ അല്ലെങ്കിൽ മദേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ്. ബിഫോർ വി സ്റ്റാർട്ട്, Happy Mother's Day to all the mothers out there. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാ മദേഴ്സിനും ഹാപ്പി മദേഴ്സ് ഡേ. ഇനി സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന മദേഴ്സ് പ്ലീസ് ടു സബ്സ്ക്രൈബ്. ആൻഡ് ഇനി ഇതുവരെ കാണാത്ത ഇതുവരെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും പ്ലീസ് ടു സബ്സ്ക്രൈബ്. യാ, അപ്പൊ ഇന്ന് മദേഴ്സ് ഡേ സ്പെഷ്യൽ ആയിട്ട് എന്ത് വീഡിയോ ചെയ്യണം നമ്മൾ ആലോചിച്ചപ്പോൾ വി തോട്ട് വി ഹാവ് സം ക്വസ്റ്റ്യൻസ് ടു ആസ്ക് മമ്മി. അപ്പൊ മമ്മീനെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ Q&A റൗണ്ട് ചെയ്യാന്ന് ഓർത്തു. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫോളോവേഴ്സും ഒക്കെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മമ്മിയോട് ചോദിക്കാൻ പറഞ്ഞിട്ട്. യാ, ഫസ്റ്റ്ലി യെസ്, സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് എനി ഡിലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ അമ്മ. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കണം. വളരെ സിമ്പിളാ. ബ്യൂട്ടി സീക്രട്ട് ഓഫ് സന്തൂർ മമ്മി. സോ ഇത് മമ്മീനെ പണ്ടോട്ട് അറിയാവുന്ന ഒരാള് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ മമ്മി, വാട്ട് ഈസ് യുവർ ബ്യൂട്ടി സീക്രട്ട്? അതിന് സീക്രട്ട് ഒന്നുമില്ല, ഞാന് നാച്ചുറലാണ്. പിന്നെ ഞാൻ പാർലറിലൊന്നും പോവാറില്ല. ഫേഷ്യൽ ചെയ്യാനോ ബ്ലീച്ച് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം എല്ലാം എൻ്റെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ എല്ലാരും പറയുന്ന പോലെ കാരണവന്മാർക്ക് ഇത്തിരി അതെ, ഇത്തിരി കോലമൊക്കെ ഉള്ളത് കൊണ്ട് അതിന്റെയൊക്കെ കിട്ടിയതാണ്. മമ്മയുടെ മറ്റേ എന്താ പറയാ ഒരു ബ്യൂട്ടി എന്തായാലും പറയാ ബ്യൂട്ടി ബ്ലോഗോ അല്ല, എന്താ ചെറിയ ടിപ്സ് ഒക്കെ നമുക്ക് വേറൊരു വീഡിയോയില് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. മമ്മയുടെ പൊടിക്കൈകളും മമ്മയുടെ എന്താ പറയാ ചെറിയ ചെറിയ അത് തന്നെയാട്ടോ നമ്മളൊക്കെ ഫോളോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമുക്കത്ര നിൽക്കുന്നില്ല അങ്ങനെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഹൗ ഡിഡ് യു ഫീൽ when you gave birth to your first child? ഞാൻ ഉണ്ടായപ്പോൾ മമ്മിക്ക് എന്താണ്, what was your feeling and how did you feel and things like that? കർത്താവേ പെട്ടല്ലോ. ഇല്ല, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നുവെച്ചാ അത്രയ്ക്കും ഒരു സന്തോഷമായിരുന്നു. പിന്നെ പിന്നെ ഒരു ഇതുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഡാഡി അവിടെ ഉണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഉണ്ടായത് എനിക്ക് അന്ന് ഏകദേശം 11:45 ആയപ്പോഴായിരുന്നു രാത്രി. ഡാഡി വെളുപ്പിന് ഒരു 5:30-6 മണിക്ക് ആയപ്പോഴത്തേക്കാണ് വന്നത്. ഡാഡിനെ കണ്ടതോടുകൂടി എല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു സന്തോഷം വന്നു. അപ്പൊ everybody please don't be there. all the fathers be there. Asha. Okay. Fun question amma. Who among the two of us would go to jail first? ഞങ്ങൾ എന്തായാലും ജയിലിൽ ആദ്യം പോകാനുള്ള സാധ്യത കൂടുതൽ ആർക്കാണ്? അത് പറയാനില്ല ആശയ. ചെറുതിലെ പോലെയുള്ള ആശയുടെ ആ ഒരു എന്താ പറയണ്ടേ ചെറിയ ചെറിയ കാര്യങ്ങൾ കുളപ്പൊട്ടിത്തെറിയും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആശ തന്നെയാണ്. അതിന് ഡൗട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എനിവേസ് അതിൽ മമ്മി ചിന്തിക്കുക പോലും ചെയ്യില്ല, ഒരു സെക്കൻഡ് പോലും മമ്മി ചിന്തിക്കാൻ ഗ്യാപ്പ് എടുത്തില്ല എന്നുള്ളതാണ് ആ ക്വസ്റ്റിന്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, വാട്ട് ആർ ദ 3 things you are most proud of in your daughters? അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരിലും മമ്മിക്ക് ഏറ്റവും പ്രൗഡ് ആയിട്ട് തോന്നിക്കുന്ന 3 കാര്യം വെച്ച് പറഞ്ഞു. 3 things എന്നാ ചോദിച്ചാൽ 3 വെച്ചെടുക്കാം, കേൾക്കാനൊരു 3 things. അപ്പൊ ആദ്യം ഞാൻ അനുവിന്റെ പറയാം. അനുവിന്റെ എനിക്കൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുമായിട്ട് പെട്ടെന്ന് എന്താ പറയണ്ടേ ഇടപഴകും. നല്ലൊരു എപ്പോഴും ഒരു ചിരിച്ച മുഖമാണ്. അതാണ് അനുവിന്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി. പിന്നെ പഠന കാര്യത്തില് അത് പിന്നെ പറയണ്ട, അത് അവൾക്ക് എങ്ങനെ അവള് നേടിയെടുക്കാൻ പറ്റുമോ അത് അവൾ നേടിയെടുത്തിരിക്കും. അത് അവളുടെ ഒരു ക്വാളിറ്റി ആണ്. പിന്നെ 3-മത്തെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അതെ, ഇനിയൊരു ക്വാളിറ്റി ഉണ്ട്. ഒരുപാട് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഏത് അതാണ് അത് തന്നെ. അതെ, പാരന്റ്സിനെയും അതായത് ഞങ്ങൾക്ക് രണ്ടുപേരെയും ആശയനെയും കെയർ ചെയ്യുന്നത് അതും ഒരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. നല്ലൊരു ക്വാളിറ്റിയാണ്. 3 ആൾക്കാർ എനിക്ക് ക്വാളിറ്റി ഇല്ല.
ഞാൻ മൈക്ക് ആശയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ആശയുടെ 3 പറഞ്ഞു. ആശന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ആശ ആരുമായിട്ട് പെട്ടെന്ന് അങ്ങ് മിങ്കിളും ചെയ്യില്ല. പക്ഷെ അടുത്ത് കഴിഞ്ഞ് അവൾക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അവള് ഇതാകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും നമ്മളെങ്ങാനും പറഞ്ഞാൽ പോലും അത് ആശ അക്സെപ്റ്റ് ചെയ്യില്ല. അത്ര അവരത്ര അങ്ങനെ ഇതായിട്ട് വെച്ചിരിക്കുകയാണ്. ഒന്നാമത്. രണ്ടാമത് ഇക്കാര്യം പറഞ്ഞാൽ പഠിത്തം ആശേനെയും അനുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. അതിലൊക്കെ ഒരു കോംപ്രമൈസ് ഇല്ല. അല്ല പഠിക്കും. മാർക്ക് വൈസ് നോക്കുവാണെങ്കിൽ അനുവിനേലും മാർക്ക് കൂടുതൽ അനുവിന് ആശയ്ക്ക് തന്നെയാണ്. അപ്പൊ പഠിത്തത്തിലും അങ്ങനെ. പിന്നെ കെയറിങ്ങും ഈ പറഞ്ഞ പോലെ തന്നെ ഒരേ പോയിന്റ് അങ്ങോട്ട് മാറ്റി സമ്മതിക്കില്ല. ഇനി എന്താ നല്ല ക്വാളിറ്റി പറയാനായിട്ട് ഞാൻ പറയാ. ആശന്റെ ഒത്തിരി ഉള്ള ഈ പറഞ്ഞ പോലെ ഒത്തിരി ഉള്ളത് കാരണം അത് കറക്റ്റ് ആയിട്ട് ശരിയാട്ടോ. നല്ലൊരു ക്വാളിറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ആശയ്ക്ക് വേണ്ട ഒരു സാധനത്തിന് ആശ വിട്ടുവിടത്തില്ല. അത് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നില്ല. ആശയ്ക്ക് വേണ്ട, അതായത് ആശ ഒരു സാധനം വേണമെന്ന് ഉദ്ദേശിച്ചു. അല്ല അത് നല്ലതെന്നും പറയാം ചീത്തയെന്നും പറയാം. നല്ല ആശയ്ക്ക് അത് നല്ല. അതെ, അവള് വേറെ എന്തൊക്കെ സംഭവിച്ചാലും ആശ അതിപ്പോ എന്ത് വന്നാലും അവൾക്ക് വേണ്ട സാധനം അവള് നടത്തിയെടുത്തിരിക്കും എന്നുള്ള. അവള് ഷീൽ സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർ എന്നുള്ള സാധനം. അത് നമുക്ക് തിരിച്ചു ചോദിക്കാം. അപ്പം നെക്സ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 3 ബാഡ് ക്വാളിറ്റി. വേസ്റ്റ് സ്വഭാവം, നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം 3 പറഞ്ഞിട്ടെ. ഇത് 3 പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ പൊങ്ങിപ്പോയാലും എല്ലാരും അറിയും. ആശയുടെ തുടങ്ങിയോ ഫസ്റ്റ്? ആശയുടെ വാശി. ആശയ്ക്ക് ഭയങ്കര വാശിയാണ്. ആശയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശയ്ക്ക് ഒരു കാര്യം ആശ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാശിയിൽ അവള് നേടിയെടുക്കും. അത് പിന്നെ കുറച്ചൊക്കെ എന്റെ സ്വഭാവം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ ആണ്. പിന്നെ വന്നിട്ട് ആശയുടെ ഇനിയൊരു മോശം സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, മോശം കാര്യം അത് രണ്ടെണ്ണം. അതെ, പല കാര്യങ്ങളും മറന്നു പോകും. ഇവിടുന്ന് ഓഫീസ് അല്ലെങ്കിൽ കോളേജിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് വിളിക്കണം, എത്തിക്കഴിഞ്ഞാൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് ചില ദിവസങ്ങളിൽ മറക്കും. അപ്പം ഇപ്പൊ ഡാഡിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും അവള് വിളിക്കാറുള്ളത് ചില ദിവസങ്ങളിൽ അതങ്ങ് മറന്നു പോകും. അതൊരു ചീത്ത ക്വാളിറ്റിയാണ്. ഇനി അനുവിൻ്റെത് എന്താണ് ഞാൻ പറയേണ്ടത്? അല്ല, അനുവിനും വാശി ഇല്ലാതില്ല, വാശിയുണ്ട് അത്യാവശ്യം. ഉണ്ടായിരുന്നു, വാശിയുണ്ട്. ഇപ്പോഴും ചെറിയ ചെറിയ വാശിയൊക്കെ ഉണ്ട്. അവള് സംസാരിച്ചെടുത്ത് നമ്മളങ്ങോട്ട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടു തരില്ല ചില കാര്യങ്ങള്. അവള് പറയുന്നതാണ് ഡിബേറ്റ്. അത് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഡിബേറ്റിങ്ങിന് പ്രൈസ് മേടിച്ചോണ്ടിരുന്നതാണ്. അത് ചില സമയം ഞങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഞാൻ തോറ്റു പിന്മാറും. ചേരുന്നില്ല. അതൊന്ന്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇനി സെയിം പറഞ്ഞു എന്ന് പറയരുത്, ശരിക്കും ഉള്ള കാര്യമാണ്. ഫോൺ വിളിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് ചെയ്യൂല. അതിങ്ങനെ നീട്ടിവെച്ച് നമ്മളൊരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താൽ ചെയ്തു. അതാണ് ഇനിയൊരു മോശം. അതൊരു പ്രശ്നമാണ്, മറവിയാണ്. അതല്ലാണ്ട് മറവിയല്ല, അത് വന്നിട്ട് എന്താ പറയണ്ടത്, ശ്രദ്ധയില്ലായ്മയാണ്. അത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. എന്നാ പിന്നെ അത് ചെയ്ത് തീർത്തിട്ട് അടുത്തതിലേക്ക് പോകാം, അങ്ങനെ ചിന്തിക്കില്ല. അത് അവർക്ക് എപ്പോഴെങ്കിലും തോന്നിയാൽ ചെയ്യും. അതാണ്. ഇനി നല്ല ക്വസ്റ്റ്യൻ ഇത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആശയുടെ വേസ്റ്റ് സ്വഭാവം എന്നാ ചോദിച്ചത്. അത് പിന്നെ ഈ ഒരു നമ്മൾ പറഞ്ഞതുകൊണ്ട് നമ്മളതിന് അങ്ങനെയൊക്കെ വിട്ടു. അതേപോലത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. രണ്ടാമത്തെ മോളെ എങ്ങനെ സഹിക്കുന്നു ചോദിച്ചിരിക്കുന്ന ആശയുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ ചോദിക്കുന്നത്. രണ്ടാമത്തെ മോളെ അങ്ങനെ സഹിക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങൾക്ക് നല്ല പ്രിയപ്പെട്ട മോള് തന്നെയാണ്. പിന്നെ ചില സമയത്ത് അവളുടെ വാശി പറഞ്ഞ മതി. അതായത് അവള് പറഞ്ഞിടത്ത് കിട്ടിയില്ലെങ്കിലുള്ള ആ ഒരു ദേഷ്യവും പൊട്ടിത്തെറി പെട്ടെന്നുണ്ടാകുന്ന ആളാണ്. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ആണ്. എന്നുവെച്ചാ വിചാരിക്കുന്ന കാര്യങ്ങൾ വിചാരിച്ച സമയത്ത് കിട്ടിയില്ലെങ്കിൽ
പെട്ടെന്ന് കണ്ണീരാ വരിക. പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് 2 കണ്ണും കുടുകുടാന്ന് നിറഞ്ഞു കൊടുക്കും. അത് കാണുമ്പോഴത്തേക്കും ഡാഡി ഫ്ലാറ്റ് ആവും. അതാണ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. ഓക്കെ അമ്മ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 kids, was it tough to go through meetings, annual days, exams, എസ്പെഷ്യലി രണ്ടാമത്തെ ഒരു പ്രാവശ്യം ആയപ്പോഴത്തേക്കും മമ്മി അവിടെ കൂടെ പോയതാണ്, പിന്നെയും സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാം ചെയ്യേണ്ടി വന്നു. അപ്പം രണ്ടുപേരെയും കൂടി ഇതെല്ലാം മാനേജ് ചെയ്ത് സ്കൂൾ ടൈമിൽ നമുക്ക് എങ്ങനെ പേരന്റ് ടീച്ചർ മീറ്റിംഗ് ഗോ ത്രൂ ചെയ്യാൻ കഷ്ടമായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഓരോ എക്സ്പീരിയൻസ്? ഇല്ല, എക്സാമും പേരന്റ് ടീച്ചർ മീറ്റിംഗ് ഹാൻഡിൽ ചെയ്യാൻ അനുവിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അനുവിന്റെ കാര്യത്തിലല്ല, ആഷയുടെ കാര്യത്തിൽ അത് തന്നെ കേട്ടോ, ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആകെ എനിക്ക് ഒരു കംപ്ലൈന്റ് അനുവിനെ കുറിച്ച് കിട്ടിയിരിക്കുന്നത്, എനിക്കൊന്ന് അനു 6th സ്റ്റാൻഡേർഡിലാണ്. അത് പോസിറ്റീവ് അതല്ല സെൽവി മാം പറഞ്ഞു, കംപ്ലൈന്റ് അല്ല അത്. പക്ഷേങ്കില് ഞാൻ അങ്ങോട്ട് മാമിന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന്. അപ്പം മാം എന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ചോദിച്ചു എല്ലായിടത്തുനിന്നും എനിക്ക് കിട്ടുന്ന ഒരു കംപ്ലൈന്റ് ടോക്കറ്റീവ് ആണെന്നാണ്. ആള് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് ടോക്കറ്റീവ് ആണ്, ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, എപ്പോഴും സ്പ്രിങ് പോലെ ഇങ്ങനെ തുള്ളി തുള്ളി നടക്കും എന്നുള്ളതായിരുന്നു. അപ്പം ഞാൻ 6th സ്റ്റാൻഡേർഡ് ചെന്ന് കഴിഞ്ഞപ്പോൾ മാം ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അപ്പത്തേക്ക് ഞാൻ അങ്ങോട്ടേക്ക് ചോദിച്ചു എങ്ങനെയുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, ഇങ്ങനെയാണ് എനിക്ക് എപ്പോഴും എല്ലായിടത്തും കിട്ടുന്ന ഒരു കംപ്ലൈന്റ് ഇതാണ്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടാണ് ആ മാം പറഞ്ഞത് എൻ്റെ അടുത്ത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേര് എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് പുതിയ പുതിയ വാക്കുകളും പുതിയ പുതിയ കാര്യങ്ങളും നല്ലത് പഠിക്കണം. അപ്പൊ അതിനിങ്ങനെ കൂടുതൽ സംസാരിക്കുന്നത് നല്ലത്. അത് അപ്പൊ ഇങ്ങനെ കൂടുതൽ എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നത് അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അത് ഒരു മോശമായിട്ടില്ല. പിന്നെ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ചെയ്യുന്ന അങ്ങനത്തെ ഒന്നുമില്ല. ഫ്രീ ടൈമിലാണ് അവൾ കൂടുതലും ഇങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അതായിരിക്കുന്ന ആള്. അതുകൊണ്ട് അത് മോശമാണെന്ന് മാം പറഞ്ഞില്ല. മാം നല്ല കാര്യമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്. പിള്ളേര് മറ്റുള്ളവരുമായിട്ട്, അതായത് മുതിർന്നവരുമായിട്ടാണേലും പിള്ളേരുടെ ഫ്രണ്ട്സ് ആയിട്ടാണേലും കൂടുതൽ സംസാരിച്ച് ഇടപഴകി അവര് വളരണം. അപ്പോഴാണ് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങളും പുതിയ പുതിയ വാക്കുകളും എല്ലാം കിട്ടുന്നത്. അത് കുഞ്ഞിലെ പോലെ അത് നല്ല കാര്യമാണത്. ആ മാമിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. മാമിന്റെ പേര് എനിക്കറിയാം, സെൽവി മാം. എക്സാം ടൈമില് ഈ പറഞ്ഞ മാതിരി ഇവരൊരു ഹൈസ്കൂൾ എത്തുന്നിടം വരെ എപ്പോഴും കൂടെ ഞാൻ ഇരിക്കണമായിരുന്നു. ഞാനും ഡാഡിയും ഇരിക്കുമായിരുന്നു. ഉണ്ടായിരുന്നു, 10th ഉണ്ടായിരുന്നല്ല. ഞാൻ കൂടുതലും പറഞ്ഞു തരാനൊക്കെ ആയിട്ട് ചെറിയ ക്ലാസ് മുതൽ ഞാനും ഡാഡിയും ഉണ്ടാകാറുണ്ട്. ഡാഡിക്ക് ചില സമയം പറ്റാറില്ലെങ്കിലും അപ്പൊ ഞങ്ങള് അപ്പൊ അങ്ങനെ കൂടത്തിലിരുന്നിട്ടാണ്, ചെറുതിലേ മുതലേ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ രണ്ടുപേർക്കും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം ഞാനൊരു ഹൗസ് വൈഫായിരുന്നു. പിന്നെ അതെ, ഇവരെ എങ്ങനെ നന്നായിട്ട് പഠിപ്പിച്ചെടുത്തുകൊണ്ട് വരാം എന്നുള്ളതായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതെ. അപ്പൊ ആനെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിലെ മുതലേ അവള് കുറെ ബുക്സ് നിരത്തിയിടും. എന്നിട്ടൊരു ഷോളൊക്കെ എടുത്ത് സാരിയൊക്കെ കൊടുത്ത് അത് പിള്ളേരായിട്ടാണ് കണക്കാക്കുന്നത്. ഓരോ ബുക്കിനെ ഓരോ പിള്ളേരെ പഠിപ്പിക്കലായിരുന്നു അവളുടെ മെയിൻ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവള് പിന്നെ ചെയ്യുന്ന ജോലി അതാണ്. അങ്ങനെയായിരുന്നു അവള് പിന്നെ പഠിക്കാൻ അങ്ങനെ തന്നെ. ഇനി ആഷയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഞാൻ രണ്ടുപേരെയും ഒരുപോലെയാണ്. ആഷയുടെ കൂടത്തിലും കൂടുതൽ സമയം ഇരിക്കും. ആഷ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അനു പഠിക്കുമ്പോഴത്തേക്കും അനുവിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുമായിരുന്നു. അനുവിന്റെ പെൻസില്, അനു എഴുതുന്ന പെൻസില്, അനു എഴുതുന്ന ബുക്ക്, വേറൊരു ബുക്കോ വേറൊരു പെൻസിലോ അവൾക്ക് കൊടുത്താൽ അത് പറ്റത്തില്ല. അനു എഴുതുന്ന ബുക്ക്, അനു എഴുതുന്ന പെൻസിൽ, ഇതൊക്കെയായിരുന്നു അവൾക്ക് വേണ്ടത്. അതിന് ഡാഡി എന്ത് ചെയ്യും, അവളെ എടുത്ത് മാറ്റിക്കൊണ്ടു പോകും. ഞാനും അനു കൂടി ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു. ആഷയുടെ കാര്യത്തിലും പഠിപ്പിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ തന്നെയായിരുന്നു. ആഷയും ഇരുന്നെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. ആഷ കൂടുതലും ഞാൻ പറയട്ടെ, പോയം, അതായത് ഇക്കെ നടക്കുന്ന, ഞങ്ങള് ഫസ്റ്റ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ
ആയിരുന്നപ്പം ഞങ്ങൾ നടന്നാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം പോകുന്ന വഴിയിലാണ് ഞാൻ കുറെ അന്നത്തെ ദിവസം ടെസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, റൈംസ് പാടാൻ പറയും. ഇങ്ങനെ സ്കൂൾ എത്തുന്നിടം വരെ ഇങ്ങനെ ആശനെ കൊണ്ട് ഇങ്ങനെ ഞാൻ പറയിപ്പിച്ചോണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആശ അങ്ങനെ എല്ലാം നല്ല കാര്യങ്ങൾ എല്ലാം നന്നായിട്ട് ചെയ്യുമായിരുന്നു. ആനുവൽ ഡേയ്സ് ഒക്കെ എങ്ങനെയാണ്? ആനുവൽ ഡേ കലോത്സവം അയ്യോ, ആനുവൽ ഡേ കലോത്സവം ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ, സ്റ്റേജ് മോം. അത് തന്നെ, മമ്മിയുടെ കയ്യിലുണ്ടാവും നമ്മുടെ കോസ്റ്റ്യൂം ബാഗ്, മേക്കപ്പ് ബാഗ്. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട്. ഇവിടെ ആശയുടെ ചെസ് നമ്പർ വിളിക്കുന്നു, അവിടെ എന്റെ ചെസ് നമ്പർ വിളിക്കുന്നു, മമ്മി മറ്റേ ഓട്ടം കയ്യില്. ഐ തിങ്ക് ക്യാമറാസ് ഒക്കെ വന്നതിന് ശേഷം, നമ്മള് ക്യാമറ ഒക്കെ അതിന് ശേഷം കയ്യിലൊരു ക്യാമറ ഉണ്ടാവും. വീഡിയോ എടുത്ത് അന്നത്തെ ദിവസം ഡാഡിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ള. അത് അന്നത്തെ ദിവസം മാത്രമല്ല, അത് ആനുവൽ ഡേയുടെ ഇത് പറയുമ്പോ തൊട്ട് വീട്ടില് രാത്രി ഉറക്കമില്ല. അതായത് ഇവരുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഇവർക്ക് നമ്മുടെ ഫ്രണ്ട്സ് ഒരു കുറച്ച് ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കുറച്ച് പിള്ളേരുണ്ട്. അവരെല്ലാരും നമ്മുടെ വീട്ടിലാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അവിടെ ഞങ്ങൾ ഗ്രൂപ്പോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല, അതിൽ ഹൗസ് കളറോ അങ്ങനെ ഒന്നും നോക്കത്തില്ല. എല്ലാവർക്കും പ്രാക്ടീസ് കൊടുക്കും. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് അവിടെ പ്രാക്ടീസ്, ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് നല്ലൊരു സമയമായിരുന്നു. അത് ശരിക്കും മിസ് ചെയ്യുന്നു ഇപ്പം. ഓടി നടക്കുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കോസ്റ്റ്യൂം ബാഗും തൂക്കി. അയ്യോ, പക്ഷെ അല്ല, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോൾ എന്റെ കൂട്ടത്തിലൊന്നും വരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു എല്ലാത്തിനും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. കാരണം എന്റെ ആ ഒരു കാലം ഞാൻ ഓർത്തെടുക്കുകയും ചെയ്യും. മറ്റേ ചെസ് നമ്പർ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും കൂടെ ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ പറഞ്ഞിടും, മമ്മി ആ സ്റ്റേജിൽ വിളിച്ചിട്ട് ഇവിടെ നമ്മളെ വിളിച്ചു പറഞ്ഞിട്ട്. അതുപോലെ തന്നെ പല പോയിന്റ്സും ഞാൻ അടി വെച്ചെന്ന് അങ്ങനെയല്ല, പോയിന്റ്സ് ഇട്ടിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നത് ഞങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പലതും അവര് മിസ്സാക്കി, അവർക്ക് മിസ്സായി പോയതായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. പക്ഷെ ഞാനിങ്ങനെ ഓരോ പോയിന്റും ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ചില സമയത്തൊക്കെ ഇവരുടെ മിസ്സാകുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ ചെന്ന് ടീച്ചേഴ്സിന്റെ അടുത്ത് പറഞ്ഞു മേടിക്കായിരുന്നു. എല്ലാരും രക്ഷോട്ട് പോയത്. ന്യൂസിലൊന്നും നമ്മുടെ ഫോട്ടോയോ വീഡിയോ ഒന്നും വന്നില്ല. അങ്ങനെ അടിവെക്കാനൊന്നും ഞാൻ പോവാറില്ല. കലോത്സവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഞങ്ങളുടെയൊക്കെ ഫോട്ടോയോ ന്യൂസിലടക്കം വന്നേനെ. അല്ല, ഹാൻ വന്നിട്ട് കണ്ടിന്യൂസ് 3 വർഷം അല്ലേ? 3 വർഷം പിന്നെ ചാമ്പ്യൻ ഇൻഡിവിജ്വൽ. നമുക്ക് കലോത്സവ ചാമ്പ്യൻ നല്ലല്ലോ അതിന് ചാമ്പ്യൻ. ഓക്കെ, അപ്പം മമ്മീനെ ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത്. ഇപ്പൊ മമ്മിക്ക് മമ്മീന്റെ പഴയ കാലഘട്ടത്തിലോട്ട് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഏത് ഒരു ദിവസത്തേക്ക് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഏത് ദിവസമാണ്? ചൈൽഡ്ഹുഡിലെ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങോട്ട് പോകാൻ? വൈ ഡു യു ചൂസ് ദാറ്റ്? മമ്മീന്റെ ചെറിയൊരു പ്രായത്തിലോട്ട് ഒരു ദിവസം അത് എന്തുകൊണ്ടാണ് മമ്മിക്ക് അത്ര ഡിയർ ആയിട്ട്, അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കതൊന്നും ചിന്തിക്കേണ്ടി വരും. കാരണം ഇത്രയും വർഷം ബാക്കിലേക്ക് ഞാൻ പോകണ്ടേ. അതെ, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്റെ ബ്രദേഴ്സിന്റെ കല്യാണം, സിസ്റ്റേഴ്സിന്റെ കല്യാണം, അങ്ങനെയൊക്കെ പറയണ ഒത്തിരി ഉണ്ട്. ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഞങ്ങൾ വലിയ ഫാമിലിയാണ്. 8 കല്യാണത്തിനെ പറ്റി ഇവിടെ സംസാരിക്കും. അതെ, 8 കല്യാണങ്ങള്, അതുപോലെ തന്നെ ഓരോ പിന്നെ വേണ്ട പറയുമ്പോ ഒരെണ്ണം എടുത്ത് പറയുമ്പോ അതാണ്. അപ്പൊ ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. Can you tell us one most difficult parenting decision you had to make until now? അതായത് എടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു, പക്ഷെ അതാണ് റൈറ്റ് ഡിസിഷൻ എന്നറിയാം. പേരന്റിങ്, മക്കളുടെ കാര്യം വരുമ്പോൾ ഇത് ഈ ഒരു ഡിസിഷൻ കാരണം നമുക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ ലോങ് റണ്ണിൽ ഇതാണ് അടിപൊളി, അല്ലെങ്കിൽ ഇതാണ് ബെസ്റ്റ് ഡിസിഷൻ എന്ന് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു ഡിസിഷൻ എന്തായിരുന്നു? എടുക്കാൻ വളരെ ബുദ്ധിമുട്ടി പക്ഷെ എടുത്തൊരു ഡിസിഷൻ. അങ്ങനെ ഒരു ഡിസിഷൻ ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു ഡിസിഷൻ ഇതുവരെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഡിസിഷൻ അമ്മയെ പോയി കിട്ടി. അതല്ല, അങ്ങനെ ഒരു ഡിസിഷൻ, അങ്ങനെ ഒരു ഇതുവരെ ഞങ്ങൾക്കൊരു അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ആണ്, ഏതാണ് അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ഇല്ല, അങ്ങനെ എന്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു ഡിസിഷൻ ബുദ്ധിമുട്ടി എടുക്കേണ്ട ഒരു ഡിസിഷൻ വന്നിട്ടില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ പഠിത്ത കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്.
നിന്റെ കാര്യത്തില് നിനക്ക് അറിയാം, പക്ഷെ അത് നമുക്ക് അല്ല, നിന്റെ കാര്യത്തില് നിനക്ക് അത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ എടുത്തി വെക്കണ്ടേ, അതൊരു ഇത്തിരി ബുദ്ധിമുട്ട്. കാരണം അത്രയും നാള്, അതായത് 10th വരെ എന്ന് പറഞ്ഞ പോലെ, ഞാൻ 10th വരെ പറഞ്ഞ പോലെ അല്ല, 10th വരെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതായിരുന്നു രണ്ടുപേരെ. അത് കഴിഞ്ഞിട്ട് +1 +2 ആയി കഴിഞ്ഞപ്പം കുറച്ച് ദൂരേക്ക് പോകേണ്ടി വന്നു. ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ, കാരണം ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തുണ്ടായിരുന്നില്ല. ഇവിടുന്ന് ബസ് കയറി അവിടെ എത്തിയോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അതൊക്കെ പിന്നെ നമുക്ക് എന്താണേലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതൊന്നുമല്ല. അതെ. അപ്പൊ അത് പിന്നെ ഹോസ്റ്റലിൽ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴും പിന്നെ സാറ്റർഡേ സൺഡേ വരും എന്നുള്ളൊരു ആശ്വാസം, അത് അങ്ങനെയായിരുന്നു. UK പോയി. അതെ, അതുവരെ കൂടെ ഒരാളെയും കൂടെ വിട്ടു എന്നുള്ളൊരു വലിയൊരു ആശ്വാസമായിരുന്നു. അത് കല്യാണത്തിന് മുമ്പേ പോകുന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് നോക്കുകയാണ്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടിയുണ്ട്, ദൈവമേ കൊച്ചിനെ ഒറ്റയ്ക്ക് വിടണല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുമ്പ് കല്യാണം ആയത് കാരണം ഒത്തിരി സമാധാനം, ഒത്തിരി ഒരാളെയും കൂടെ കൂട്ടത്തില് അതെ കൂടെ വിടാൻ പറ്റിയതില്. ഓക്കെ, മമ്മീന്റെ ലൈഫിലെ അമ്മയായിട്ടുള്ള ബെസ്റ്റ് മൂമെന്റ് ഇതാ? അത് പറയണ്ടല്ലോ, അമ്മ ആയപ്പോ തന്നെ ബെസ്റ്റ് മൂമെന്റ്. അതിപ്പോ ഏതൊരാളോട് ചോദിച്ചാലും അടിപൊളി മക്കളെ കിട്ടിയതിന്റെ സന്തോഷമാണ്. അല്ല അങ്ങനെയല്ല, എന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് മൂമെന്റ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോ തന്നെ അത് വലിയൊരു ഉണ്ടായി കഴിഞ്ഞിട്ട് അത്രയും വർഷം കഴിഞ്ഞിട്ട് അല്ല, അമ്മ ആവുക പറയുന്നത് തന്നെ അത് തന്നെയല്ലേ ബെസ്റ്റ്, ഒരു ഏറ്റവും അതായത് ഒരു വുമന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് അമ്മയാവാന്നുള്ളത്. അത് ആ സമയത്തുള്ള ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത്രയും അത് സ്വന്തം നമ്മൾ അനുഭവിച്ചറിയണം. അതുകൊണ്ട് വേഗം അനുഭവിച്ചറിയാൻ വേണ്ടിട്ട്. ഇനി അടുത്ത ഞാൻ കാത്തിരിക്കുന്നത് എന്താന്ന് നിനക്കറിയാലോ. ഇപ്പൊ മമ്മി പറഞ്ഞ ഒരു സംഭവത്തിനോട് റിലേറ്റ് ചെയ്ത്, what would be the one advice you would give Anne when she becomes a mother? ഇതോടെ we all understand you all want to see Anne as a mother. We are working on it. Who understands? We are all working on it. I don't understand. Anyways, ഒരു അഡ്വൈസേ പറയാൻ പറ്റുള്ളൂ. മമ്മി അഡ്വൈസോട് അഡ്വൈസ് ആയിരിക്കും എനിക്കറിയാം. ചെല്ലുന്നതായിരിക്കും. വൺ അഡ്വൈസ് ആണെങ്കിൽ ഒരു മേജർ അഡ്വൈസ്. ഒരു മേജർ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ പറയണത്. കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന, അതായത് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക. എപ്പോഴും എന്തിനും അവരോട് കൂടത്തില്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവരുടെ അടുത്ത് സംസാരിക്കാനും അവരെ കളിപ്പിക്കാനും അവരുടെ ഭക്ഷണം കൊടുക്കാനും എല്ലാം വേറൊരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആകട്ടെ, അങ്ങനെ ഒന്നും ചിന്തിക്കാതെ നമ്മൾ കൂടെ നിന്ന് നമ്മളത് ചെയ്തു കൊടുക്കുമ്പോഴാണ് ആ കുഞ്ഞും അമ്മയായിട്ടുള്ള ഒരു കൂടുതലുള്ള ആ ഒരു ബോണ്ട് ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങളെ ഞാനിപ്പം ഹൗസ് വൈഫ് ആയത് കാരണം എനിക്കെല്ലാം ചെയ്യാൻ പറ്റി. പക്ഷെ നിങ്ങൾക്ക് വർക്കിംഗ് ആയത് കാരണം ഫുൾ ടൈം കിട്ടത്തുണ്ടാവില്ല. പക്ഷെ കിട്ടുന്ന സമയം ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയും, അമ്മ മാത്രമല്ല അപ്പനും അമ്മയും കൊച്ചിന്റെ കൂട്ടത്തിൽ ഇരിക്കുക, കളിക്കുക, അവരോട് വർത്താനം പറയുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി പിള്ളേരെ കൊണ്ട് ഇവിടെ കൊടുക്കരുത്, ഞാൻ നോക്കി. അങ്ങനെയല്ല, അത് അത് പറഞ്ഞല്ലോ, നിങ്ങൾ വർക്കിംഗ് നിങ്ങൾക്ക് പറ്റാത്ത സമയത്ത് നമ്മളിവിടെ ഉണ്ട്, നമ്മൾ നോക്കും. നമ്മൾ കുറച്ചൊരു ഇതായിട്ട് സോ നമ്മളിപ്പോ ആരോട് പറയുന്നുണ്ട് അമ്മയാകുമ്പോൾ അഡ്വൈസ് എന്നൊക്കെ. സോ ഐ തിങ്ക് ഷീ ഈസ് മദർഡ് മീ സിൻസ് ഷീ വാസ് 6 years old. 6 വയസ്സുള്ളപ്പോ തൊട്ട് എന്നെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഡു യു തിങ്ക് യു ആർ എക്സ്പീരിയൻസ്ഡ് for a kid because you've handled me and my tantrums and my no because എനിക്കിത് it is a choice, I can opt out. Because കുറച്ചൊരു ഇതായി കഴിയുമ്പോൾ മമ്മ നോക്കിക്കോളും, ഞാൻ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതെ എനിക്കത് ഓക്കെ ഇപ്പൊ നിനക്ക് ഫുഡ് ഞാൻ ഇപ്പൊ മമ്മിയുണ്ട് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ ഒരു റെസ്പോൺസ് ഭയങ്കര ഇങ്ങനെ മേജർ റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇതിപ്പോ ഞാൻ തന്നെ വേണമല്ലോ എനിക്കങ്ങനെ സ്വിച്ച് ചെയ്യാൻ. അല്ല അങ്ങനെയല്ല, പക്ഷെ മേജർ
ഇത് വരുന്നത്. എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ഞാനിതിവിടെ സൈഡ് റോൾ ആയിരുന്നു, ഒന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് വിട്ടാൽ മതി വല്ലപ്പോഴും എന്നുള്ളതായിരുന്നു. ഇതിപ്പോ ഇങ്ങനെ വരുമ്പം അങ്ങനെയല്ലല്ലോ. ഓക്കെ, മമ്മിക്ക് മദർഹുഡിനെ പറ്റി കിട്ടിയ ഏറ്റവും വേസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? അതായത് ആരെങ്കിലും വന്നിട്ട് ഇതിങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് എന്തേലും ഒരു വേസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഓവർ പാമ്പറിങ് ചെയ്യരുത്. അത് വേസ്റ്റ് ആണോ? അപ്പൊ ഓവർ പാമ്പർ ചെയ്യണമെന്നാണോ അമ്മ പറയുന്നത്? നമ്മള് പിള്ളേരുടെ അടുത്ത് പാമ്പറിങ് പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുമ്പോൾ അത് ഓവറായിട്ടൊക്കെ തോന്നുമെങ്കിലും പക്ഷെ നമുക്ക് പിള്ളേർക്ക് ആവശ്യമുള്ള പാമ്പറിങ്ങേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ അത് വലിയ ഓവർ പാമ്പറിങ് ആയിട്ട് തോന്നും. പക്ഷെ പാമ്പറിങ് വേണം, അത് ഓവർ ആകരുത്. ഞങ്ങൾ ഓവർ പാമ്പർ ചെയ്ത് വളർത്തി എന്നൊക്കെ അല്ല പറഞ്ഞിട്ടുണ്ടോന്ന്, അതാണോ? നമ്മുടെ ഒരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 പേര് അടങ്ങും. ഇപ്പം 5ാമത്തെ ഒരാളായി, 4 പേര് അടങ്ങുന്നതെന്നൊക്കെ നമ്മളുടെ ഇടയില് ഒന്നും പറയാത്ത വിഷയങ്ങൾ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആണെങ്കിലും TV കാണുമ്പോഴാണെങ്കിലും നമ്മൾ ഒരുമിച്ചുള്ള സമയത്ത് നമുക്ക് സംസാരിക്കാതിരിക്കാനുള്ള ഒരു സമയം ഇല്ല. ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്താ പറയുക, നല്ലൊരു ഓക്കെ. സോ ഒരിക്കലും ആസ് എ പേരന്റ് ഞാനിത് ചെയ്യില്ല എന്ന് അങ്ങനെ എന്ന് വിചാരിച്ചേക്കുന്ന ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു സംഭവം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെയ്യില്ല ആസ് എ പേരന്റ്. അത് ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. നിങ്ങൾ ഞാൻ ഡിഫറെന്റ് ആയിട്ട് ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേർക്കും ഞാൻ ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. അവള് പറയുന്നുണ്ട് അവളെ ഇമ്പോർട്ടന്റ്. അങ്ങനെയില്ല, അത് ചിലപ്പോ തോന്നുമായിരിക്കും, പക്ഷെ അതല്ല. എനിക്ക് എന്റെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാ. ഇപ്പം പഴയ ആൾക്കാർ പറഞ്ഞ പോലെ എന്റെ കണ്ണിന്റെ 2 കൃഷ്ണമണികളാണ് എന്നൊക്കെ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഈക്വലാണ്. ഒരാൾക്ക് വിഷമം ഉണ്ടായാലും എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, ഇവിടെ ആണെങ്കിലും എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. അത് Asha, do you have any more questions? ഇല്ല. അപ്പൊ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു പേരന്റിങ് സ്റ്റേജിൽ ഇപ്പൊ I am 28 years old. അപ്പൊ 28 വർഷമാകുമ്പോ ഒരു മദർ ആയിട്ട്, ഈ 22, ഷീ ഈസ് 22. അപ്പൊ ഈ ഒരു ഇത്രയും ഒരു 28 yearsല് ഏതെങ്കിലും ഒരു സ്പെസിഫിക് മൊമെന്റ് ഉണ്ടോ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയത്തില്ല, പക്ഷെ ഇവൻച്വലി ഹാൻഡിൽ ചെയ്തു? പക്ഷെ ആ ഒരു മൊമെന്റിൽ ഈ ഒരു പോയിന്റിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് അറിയാണ്ട്, മമ്മിയും ഡാഡിയും ബോത്ത് ഓഫ് യു ആർ ദേർ, പക്ഷെ ആ ഒരു അങ്ങനെ എനിക്ക് ഫസ്റ്റില് നിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും അറിയത്തില്ല. ഇവിടെ നമ്മൾ തന്നെ, ഞാനും ഡാഡിയും മാത്രമേ ഉള്ളൂ. ആരും നമുക്ക് ഹെൽപ്പിനായിട്ട് നാട്ടിൽ നിന്ന് വല്ലപ്പോഴും കുറച്ച് ദിവസമൊക്കെ വരുന്നതല്ലാണ്ട് അങ്ങനെ സ്ഥിരമായിട്ടില്ല. അപ്പം ഒരു പ്രാവശ്യം നിനക്ക് വയ്യാണ്ടായി കഴിഞ്ഞപ്പം അത് പെട്ടെന്ന് നമുക്കത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. പിന്നെ നമ്മളതൊക്കെ ഓവർകം ചെയ്തു വന്നു, ഇവൻച്വലി ഹാൻഡിൽ ചെയ്തു. പിന്നെ അതങ്ങോട്ട് ശീലമായി. ഫസ്റ്റില് അങ്ങനെ വന്നു കഴിഞ്ഞപ്പം രാത്രി ഉറങ്ങുന്നേ ഇല്ല. എനിക്കൊന്ന് ഒരു 4-5 മാസമായപ്പോഴാണ് എനിക്ക് തോന്നി ഉറങ്ങുന്നേ ഇല്ല. അപ്പം ഞങ്ങൾക്കറിയത്തില്ല എന്താ ഉറങ്ങാത്തത്, കരച്ചില്. അപ്പൊ ഡാഡി ഇങ്ങനെ നെഞ്ചത്ത് ഡാഡി ഇങ്ങനെ കിടക്കുമ്പം കുറച്ചു നേരം ഇറങ്ങാതെ കിടക്കും. അന്ന് ഉറങ്ങി തോന്നുന്നു ഡാഡി മെല്ലെ താഴെ കിടക്കുമ്പോഴത്തേക്കും നീ കിടന്ന് കാറാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ശരിക്കും വയറുവേദനയായിട്ടാണ്. അപ്പം ഞങ്ങൾ നെഞ്ചോട് ഉയർത്തി കിടത്തി അങ്ങനെ നേരം വെളുപ്പിച്ചെടുത്തത്. രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു കൊച്ചിന് വയറുവേദനയാണോ തോന്നുന്നത്, ഇങ്ങനെ കിടന്നപ്പം കൊച്ചു കരയാതെ കിടന്നു എന്ന്. ഡോക്ടർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ കൊച്ചിന് ചെവിയിൽ ഇൻഫെക്ഷൻ ആയേക്കുമായിരുന്നു. ഇയർ ബാലൻസിന്റെ ഇഷ്യൂ ആയിരിക്കും. ഇങ്ങനെ കൊച്ചിന് ചെവി വേദനയായിരുന്നു, അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ അന്ന് അറിയുന്നില്ല, പറയാനും പറ്റുന്ന ഏജ് അല്ലല്ലോ, 5 മാസം 6 മാസം ഇതാണ്. അപ്പൊ അന്ന് നമുക്ക് അറിയത്തില്ല കൊച്ചിങ്ങനെ വയറോട് ചേർന്ന് വയറിങ്ങനെ അമർത്തി കിടക്കുമ്പോ നമുക്ക് അറിയുന്നില്ല. അപ്പം സ്വാഭാവികമായിട്ട് അതല്ലേ ചെവി അമർത്തിയിട്ടായിരിക്കും ആ സൈഡ് കിടന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോ കൊച്ചിനെ അറിയുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറുവേദനയായിട്ട്, അപ്പൊ വയറിങ്ങനെ അമർന്ന് കിടക്കുമ്പോൾ കരച്ചിൽ ഇല്ലാത്തതായിരിക്കുന്നു. പക്ഷെ ഡോക്ടറെ അടുത്ത് ഞങ്ങളിങ്ങനെ നിങ്ങളോട് കൊച്ചു പറഞ്ഞു വയറുവേദനയാണ്, കൊച്ചിന് ചെവിയിൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അതിപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് അന്നത്തെ ദിവസം. എങ്ങനെ ഹാൻഡിൽ ചെയ്തു ബൈ ദെൻ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തു കുറെ കാര്യങ്ങള്. പക്ഷെ അന്നത്തെ ഞാൻ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് അതാ ഫിഗർ ഔട്ട് ചെയ്തു.
കാരണം വെച്ച് എന്റെ കഴിഞ്ഞാൽ സമയത്ത് ആകെ ശല്യം വന്നോണ്ടിരിക്കുന്നതായിരിക്കുന്ന ആളുടെ അടുത്തുനിന്നായിരുന്നു. അല്ല, ഞാൻ പാവായിരുന്നു. ആശയ സമയത്ത് ശല്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഒരു മനുഷ്യന് ഒരു പരിചയം ഒരു ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒരു മനുഷ്യനായിരിക്കാം, ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത മനുഷ്യനായിരിക്കാം. ആ വഴിയിൽ കൂടെ പോകുന്നതായിരിക്കും. അയാളെ കൊച്ചിനെ കൊണ്ടൊന്ന് ചിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ചാടി പോകുമായിരുന്നു. അതിനും കൂടി ആയിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇല്ലേ. അത് ആശയെ കുറിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഏതൊരു മനുഷ്യരും നമുക്ക് ചിലപ്പോൾ കാണാണ്ട് പോയാ എതിലേ പോയെന്ന് നമുക്ക് അറിയത്തില്ല. കണ്ടുപിടിച്ച് വരണം. GPS ട്രാക്കർ ഒക്കെ ഇടണമെന്ന് പിന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് യാത്രയോ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ ഷോളിന്റെ ഒരറ്റം ഞാൻ ആശയുടെ അറിയിൽ കെട്ടി ലീഷിട്ട് വെച്ച് ഷോളും പിടിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പത്തെ ഞാനും മിസ്ക്കാണ്, പണ്ടത്തെ മമ്മിയും ഞാനും. ഒന്ന് കട്ടിയാണ്. 28 years of being a mother. ഹാപ്പി. അത് ഒറ്റ വാക്കി പറഞ്ഞ ഹാപ്പി. ഹാപ്പിയാണ് ഞാൻ. എനിക്ക് കിട്ടിയതില് നല്ല 2 മക്കളാണ് എനിക്ക് പിന്നല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും ആരും ഒരു മോശം പറയാനായിട്ടുള്ള ഇതുവരെ അവർ വരുത്തിയിട്ടില്ല. ഇനി അങ്ങോട്ട് സുബിയും മമ്മിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് കുറവാണ് തോന്നുന്നു എനിക്കിപ്പോ. ഞാനും ഡാഡിയും ഹാപ്പിയാണ്. യെസ്. സോ മമ്മി ഇപ്പം അമ്മ മാത്രല്ല, ഇപ്പൊ ഒരു അമ്മായിയമ്മയും കൂടി ആയിട്ടുണ്ട്. സോ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? അതിന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി തന്നെയാണ്. എനിക്ക് എന്താ പറയുക, എനിക്കൊരു മോനെ സ്നേഹിക്കാൻ ഉണ്ടായിരുന്നില്ല. മമ്മി ഞങ്ങൾ രണ്ടുപേരോളൊപ്പം തൊട്ട് പറയുന്ന ഒരു മോനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരെണ്ണം അവള് കൊടുത്തിട്ടുണ്ട്. ഒരു മോനെ കിട്ടി, ഇനി ഒരു കൊച്ചുമോനെയും കൂടെ കിട്ടി. ഓ മൈ ഗോഡ് ഗൈസ്. മോനെ അത് ഇപ്പൊ ചോദിച്ച ഗുഡ് യു ആസ്റ്റ്. അപ്പൊ ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് മരുമോനെ പറ്റി പറയൂ. മരുമോൻ ഇതേപോലെ തന്നെ നല്ല കെയറിങ് ആണ് ഞങ്ങളുടെ, അതായത് ഡാഡിയുടെ എന്റെയും കാര്യത്തിലാണെങ്കിലും ആശയുടെ കാര്യത്തിലാണെങ്കിലും നല്ല കെയറിങ് ആണ്. പ്ലീസ് കം ബാക്ക് ടു എർത്ത് പാൻഡ. അത് ഇപ്പം അവിടെ എങ്ങനെയാണോ പപ്പനെയും മമ്മീനെയും സുജനെയും കാണുന്നത് പോലെ തന്നെ ഇവിടെ ഞങ്ങളെ കാണുന്നുണ്ട്. അതിനൊരു ഇത് ഞങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അങ്ങനെയാണ്. സോ we hope you enjoyed the video and that you had fun watching our memories and listen to Mama talk. മമ്മ ടോക്ക് ഇഷ്ടപ്പെട്ടവർ ഇനി കൊണ്ടുവന്നാൽ നമ്മളൊരു സെഗ്മെന്റ് തന്നെ ഇറക്കാം, മമ്മ ടോക്സ്. ഞാൻ പറയട്ടെ, എന്റെ അമ്മച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ അടുത്ത് ചോദിച്ചാൽ പറയണേ, എന്റെ അമ്മച്ചിക്ക് ഒത്തിരി കഷ്ടപ്പാടിന്റെ കഥകളായിരിക്കും പറയാനുണ്ടാവുക. എന്റെ അമ്മച്ചിക്ക് ഞങ്ങള് 9 മക്കളാണ്. നിങ്ങൾക്ക് സമയം എന്റെ അമ്മച്ചിക്ക് ഞങ്ങൾ 9 മക്കൾ. എനിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് എന്റെ അപ്പം മരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ 9 മക്കളെയും അമ്മ അത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. പക്ഷെ ഇന്ന് അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അമ്മച്ചി പറഞ്ഞ പോലെ അമ്മച്ചി ടോക്സ് ഒരു നല്ല സെഗ്മെന്റ് ആയിരിക്കും. അമ്മച്ചി അടുത്ത പ്രാവശ്യം ബാംഗ്ലൂർ വരുമ്പോ അമ്മച്ചിയെ കൊണ്ട് ഒരു സെഗ്മെന്റ് ചെയ്യിപ്പിക്കണം, അമ്മച്ചി ടോക്സ് എന്ന് പറഞ്ഞിട്ട് പൊളിക്കും. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ മേർജ് ചെയ്യാം, അമ്മച്ചി ആൻഡ് മമ്മ ടോക്സ്. അങ്ങനെ. അപ്പൊ ഹോപ്പ്ഫുള്ളി വി വിൽ ബി ഏബിൾ ടു കം ബാക്ക് വിത്ത് സംതിങ് ലൈക്ക് ദിസ്. ഡാഡിയെ കൊണ്ടുവന്നതിന് ഇതിലും അടിപൊളിയായിരിക്കും. വിൽ ബി ഏബിൾ ടു ഇങ്ങനത്തെ ഒരു സിറ്റ് ഡൗൺ കോൺവെർസേഷൻ. അപ്പൊ അടുത്തത് നമ്മൾ വെരി സൂൺ വിൽ കം വിത്ത് എ വീഡിയോ ലൈക്ക് ദിസ്, hopefully very very soon. Appa until then, again happy Mother's Day. Subscribe to the channel. Like and share the video. Yeah. Appa see you in the next video. Bye bye.